ഫ്രണ്ട്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ ടെക്സ്റ്റ് ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരള ട്രഷറി കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കിയാലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നാക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ ബിൽ വിത്ത് ആൻ അരിത്തമെറ്റിക്കൽ എറർ ഈസ് സബ്മിറ്റഡ് ഇൻ ദ ട്രഷറി. ദ ട്രഷറി ഓഫീസർ മേ, അതായത് അരിത്തമെറ്റിക്കൽ എററുള്ള ഒരു ബില്ല് ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രഷറി ഓഫീസർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആൻസർ: ഹി മേ കറക്റ്റ് ദ ബിൽ ആൻഡ് ഇൻറ്റിമേറ്റ് ദ ഡ്രോയിങ് ഓഫീസർ. അതായത് അരിത്തമെറ്റിക്കൽ എററുള്ള ഒരു ബില്ല് ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രഷറി ഓഫീസറിന് ആ ബില്ല്, ആ എററ് കറക്റ്റ് ചെയ്തതിന് ശേഷം ആ കാര്യം ഡ്രോയിങ് ഓഫീസറെ അറിയിക്കാം. ഇങ്ങനൊരു അരിത്തമെറ്റിക് എറർ ഉണ്ടെന്നുള്ള കാര്യം ഡ്രോയിങ് ഓഫീസറെ അറിയിക്കാവുന്നതുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The treasury officer shall correct the one of the following errors in the bill presented. ട്രഷറി ഓഫീസറിന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എറർ ഏതാണ്? ബില്ല് പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രഷറി ഓഫീസറിന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എറർ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റം വരുത്തിയാണ് ചോദിക്കുന്നത്. ആൻസർ ഏതായിരിക്കും? യെസ്, അരിത്തമെറ്റിക്കൽ എറർ. അരിത്തമെറ്റിക്കൽ എററുള്ള ബില്ലാണെങ്കിൽ അത് ട്രഷറി ഓഫീസറിന് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അത് ഡ്രോയിങ് ഓഫീസറെ ഇൻറ്റിമേറ്റ് ചെയ്താൽ മതി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ: സബ് ട്രഷറി ഓഫീസർ ഷാൾ സെൻഡ് ടു ദ AG ആനുവലി എ ലിസ്റ്റ് ഓഫ് ഓൾ റിട്ടയർഡ് ഗസറ്റഡ് ഗവൺമെൻറ് സെർവൻറ്റ്സ് ഹൂ വെർ ഡ്രോയിങ് ദെയർ പെൻഷൻ ഫ്രം ദ ട്രഷറി ആൻഡ് ഹൂസ് ഡെത്ത് ഹാവ് കം ടു ഹിസ് നോട്ടീസ് ഡ്യൂറിങ് ദ പ്രൊസീഡിംഗ് ഇയർ. അതായത് സബ് ട്രഷറി ഓഫീസർ എല്ലാ വർഷവും AGക്ക് ഒരു ലിസ്റ്റ് അയക്കണം. ഏതൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള ഗസറ്റഡ് ഓഫീസറാണ് ആ ട്രഷറിയിൽ നിന്നും പെൻഷൻ വാങ്ങുന്നതെന്നും അവരുടെ ഏതെങ്കിലും മരണം ശ്രദ്ധയിൽപ്പെട്ടാൽ അതും എല്ലാ വർഷവും ഏത് ഡേറ്റിന് മുമ്പ് AGയെ അറിയിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: 1 ഡിസംബർ 1 മുമ്പായി ഈ കാര്യം AG അറിയിക്കണം. ഓർക്കുക, ഡിസംബർ 1 മുമ്പായി ഈ കാര്യം AGയെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ: വെൻ എ ഗസറ്റഡ് ഓഫീസർ ഡ്രോ ഹിസ് ഫസ്റ്റ് പേ ബിൽ ഓൺ ബീയിങ് റീ എംപ്ലോയിഡ് ആഫ്റ്റർ റെസിഗ്നേഷൻ ഓർ ഫോർഫീച്ചർ ഓഫ് പാസ്റ്റ് സർവീസ്, എന്താണ് സമർപ്പിക്കേണ്ടത്? അറ്റാച്ച് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഫേർണിഷിംഗ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ്. ഓർക്കുക, ഗസറ്റഡ് ഓഫീസർ റെസിഗ്നേഷന് ശേഷം റീ എംപ്ലോയ് ചെയ്യുന്ന ഓഫീസർ, ഗസറ്റഡ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പേ ബില്ലിനോടൊപ്പം എന്ത് സമർപ്പിക്കണം? ഒരു സർട്ടിഫിക്കറ്റ്, ഫേർണിഷിംഗ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇത് റെസിപ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് RBI originating in a treasury in the state of Kerala should be credited to the head of account. Answer: accounts with the Reserve Bank. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6: ഇത് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ദ അക്കൗണ്ടൻറ്റ് ജനറൽ ആഫ്റ്റർ ഇൻസ്പെക്ടിംഗ് എ ഡിസ്ട്രിക്ട് ട്രഷറി വിൽ കണ്ടെയ്ൻ. അതായത് ഒരു ജില്ലാ ട്രഷറി അക്കൗണ്ടൻറ്റ് ജനറൽ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ആ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അതിൽ എത്ര ഭാഗങ്ങൾ ഉണ്ട്? ആൻസർ: 2 പാർട്സ്. Next question: 2 keys of each double lock receptacle kept in the treasury strong room are entrusted to. ട്രഷറി സ്ട്രോങ് റൂമിൻ്റെ 2 കീസിൽ അത് ആരുടെയൊക്കെ കൈവശമാണ് വയ്ക്കുന്നത്? ആൻസർ: 1 key with the treasurer and the other key with the treasury officer. ഒരു കീ ട്രഷററിൻ്റെ കയ്യിലും അതർ കീ എന്ന് പറയുന്നത് വിത്ത് ദ ട്രഷറി ഓഫീസറുടെ കയ്യിലുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഇത് കസ്റ്റോഡിയൻ ഓഫ് കണ്ടിജൻസി ഫണ്ട് ഓഫ് കേരള. കേരളത്തിൻ്റെ കണ്ടിജൻസി ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? ആൻസർ: ദ ഫിനാൻസ് സെക്രട്ടറി. ഓർക്കുക, കണ്ടിജൻസി ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഫിനാൻസ് സെക്രട്ടറിയാണ്. ഫിനാൻസ് സെക്രട്ടറിയാണ് കസ്റ്റോഡിയൻ. കണ്ടിജൻസി ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ ഫിനാൻസ് സെക്രട്ടറി. ഓർക്കുക, ഫിനാൻസ് സെക്രട്ടറിയാണ് കണ്ടിജൻസി ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Two halves of pension payment order are known as. The 2 halves of pension payment order are known as. Answer:
പെൻഷനേഴ്സ് ഹാഫ് ആൻഡ് ഡിസ്ബേഴ്സേഴ്സ് ഹാഫ്. ഓർക്കുക, പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് PPO ആണ്. ഈ PPOയ്ക്ക് 2 ഹാഫ്സ് ആണുള്ളത്. പെൻഷനേഴ്സ് ഹാഫും ഉണ്ട്, ഡിസ്ബേഴ്സേഴ്സ് ഹാഫും ഉണ്ട്. ഇതിൻ്റെ PPOയുടെ പീരീഡ് ഓഫ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് എത്ര നാൾ എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ 20 ഇയേഴ്സ് ആണ്. 20 വർഷമാണ് ഈ PPOയുടെ രജിസ്റ്റർ. പ്രിസർവേഷൻ പീരീഡ് ഓഫ് രജിസ്റ്റർ ഓഫ് PPO എന്ന് പറയുമ്പോൾ 20 ഇയേഴ്സ് ആണ്. ഓക്കെ, ഇത് കൂടാതെ വേറൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വരാം. ഇഫ് ദ ഡിസ്ബേഴ്സേഴ്സ് ഹാഫ് ഓഫ് PPO ഈസ് ലോസ്റ്റ്, ദ അറേഞ്ച്മെൻറ്റ് ഫോർ ദ ഇഷ്യൂ ഓഫ് എ ഡ്യൂപ്ലിക്കേറ്റ് മാർക്ക്ഡ് ഡ്യൂപ്ലിക്കേറ്റ് ഇൻ റെഡ് ഇങ്ക് വിൽ ബി ഡൺ ബൈ. അതായത് ഡിസ്ബേഴ്സറിൻ്റെ കയ്യിലുള്ള ആ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഒരെണ്ണം ഇഷ്യൂ ചെയ്യുന്നതിന്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം ഇഷ്യൂ ചെയ്തിട്ട് അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് റെഡിങ് കൊണ്ട് എഴുതും. ഇത് ആരാണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വരാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുക്കുന്നത് അക്കൗണ്ടൻറ്റ് ജനറലാണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എഴുതുന്നത് റെഡിങ് കൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രാഫ്റ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ലാപ്സ്ഡ്. എപ്പോഴാണ് ഡ്രാഫ്റ്റ് ലാപ്സായി എന്ന് പറയുന്നത്? ആൻസർ, ഇഫ് നോട്ട് പെയ്ഡ് ബിഫോർ ദ എൻഡ് ഓഫ് ദ 3rd അക്കൗണ്ട് ഇയർ ആഫ്റ്റർ ദാറ്റ് ഇൻ വിച്ച് ദേ ആർ ഇഷ്യൂഡ്. ഒന്നുകൂടെ പറയാം. ഇഫ് നോട്ട് പെയ്ഡ് ബിഫോർ ദ എൻഡ് ഓഫ് ദ 3rd അക്കൗണ്ട് ഇയർ ആഫ്റ്റർ ദാറ്റ് ഇൻ വിച്ച് ദേ ആർ ഇഷ്യൂഡ്. അതായത് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്തിട്ടും 3rd അക്കൗണ്ട് ഇയറിന് മുമ്പ് വരെയും പെയ്ഡ് ആയിട്ടില്ലെങ്കിലാണ് അത് ലാപ്സായെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇൻറ്റിമേഷൻ ഗിവൺ ബൈ ദ അക്കൗണ്ടൻറ്റ് ജനറൽ ടു ദ ട്രഷറി ഓഫീസർ ദാറ്റ് മണി ഹാസ് ബീൻ ഇൻകറക്റ്റ്ലി വിഡ്രോൺ ബൈ എ ഗസറ്റഡ് ഓഫീസർ ആൻഡ് ദാറ്റ് സർട്ടൻ സം ഷുഡ് ബി റിക്കവേർഡ് ഫ്രം ഹിം ഈസ് നോൺ ആസ്. അതായത് അക്കൗണ്ടൻറ്റ് ജനറൽ ഒരു അറിയിപ്പ് കൊടുക്കുന്നതാണ്, ട്രഷറി ഓഫീസറിന് ഒരു അറിയിപ്പ് കൊടുക്കുന്നതാണ്, ഒരു ഗസറ്റഡ് ഓഫീസർ ഇൻകറക്റ്റായിട്ട് മണി വിത്ഡ്രോ ചെയ്തെന്നും ആ തുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും റിക്കവർ ചെയ്യുന്നതിനുമുള്ള ഒരു ഓർഡറാണ്. എന്താണ് അറിയാമോ? ആൻസർ, റിട്രെഞ്ച്മെൻറ്റ് ഓർഡർ. ഓർക്കുക, റിട്രെഞ്ച്മെൻറ്റ് ഓർഡർ. അതായത് ഒരു ഗസറ്റഡ് ഓഫീസർ ഇൻകറക്റ്റായിട്ട് ട്രഷറിയിൽ നിന്നും പണം വിത്ഡ്രോ ചെയ്തു. അപ്പോൾ അതിന് അക്കൗണ്ടൻറ്റ് ജനറൽ അത് ട്രഷറി ഓഫീസറിനെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൽ നിന്നും ഈ നിശ്ചിത തുക തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു ഓർഡറാണ് റിട്രെഞ്ച്മെൻറ്റ് ഓർഡർ. അടുത്ത ചോദ്യം. ഇത് ട്രഷറീസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ആർ അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ്. ദ ട്രഷറീസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ആർ അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ്. ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് കേരളത്തിലെ ട്രഷറികൾ? ആൻസർ, ദ ഡയറക്ടർ ഓഫ് ട്രഷറീസ്. ദ ഡയറക്ടർ ഓഫ് ട്രഷറീസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായി ഉടനെ തന്നെ കാണാം. ബൈ.